ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന സബ്ജക്റ്റിനെ കുറിച്ച് വളരെ തെറ്റായ ധാരണ ഉണ്ടായിരിക്കുകയും എന്നാൽ ഈ ധാരണയാണ് ഏറ്റവും ശരി എന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എനിക്കറിയില്ല, പക്ഷെ അറിവുണ്ടെന്ന് ഞാനങ്ങ് മരിച്ചു. ഇതെന്തോ തെറ്റായ ഒരു പരിപാടിയാണ്. ഇത് വളരെ കുറച്ചു മാത്രം ആളുകൾ വിജയിക്കുകയും എന്നാൽ ഒരുപാട് പേർക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ന് മനസ്സിലാക്കി. ഇത് സമൂഹത്തിൽ പടർന്നിട്ടല്ല ഒരു വിപത്താണെന്നും ഈ വിപത്തിൽ നിന്ന് ആൾക്കാരെ രക്ഷിക്കണമെന്നും ഒക്കെ തീരുമാനമെടുത്ത് ശക്തമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അതിന് കാരണം വേറൊന്നുമല്ല, എന്റെ ഫാദർ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ മെമ്പറാണ്. സ്വാഭാവികമായിട്ടും എന്റെ കുടുംബത്തോടൊക്കെ അതിന്റെ ആദർശങ്ങളൊക്കെ വിശ്വസിച്ചു പോയിരുന്നു. ഞാൻ അതിന്റെ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു. ആ യൂണിറ്റിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ലഘുലേഖകളൊക്കെ വരും. മീൻസ് വേറൊന്നുമില്ല, പ്രവർത്തിക്കേണ്ട രീതികൾ എന്തൊക്കെയാണ്. ആ സമയത്താണ് ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ് നാട്ടിൽ പെരുകുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വിളിക്കും. അപ്പൊ ഇതിനൊക്കെ ആൾക്കാർ നിങ്ങളൊന്ന് ചേർക്കാൻ ശ്രമിക്കും. അതിലൊന്നും പെടരുത്. അപ്പൊ അതിനെതിരെ പോസ്റ്റർ എഴുതും. പോസ്റ്ററിന്റെ വാചകമാണ് കിട്ടും. ഞാൻ എഴുതി കൃത്യമായിട്ട് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഈ 8 വരയിൽ കുടുങ്ങരുത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. അപ്പൊ നെറ്റ് ഉണ്ടാക്കുന്ന വാക്കാണ് ഈ 8 വരയിൽ കുടുങ്ങരുത്. ഇത് പല രാജ്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വലിയൊരു വിപത്താണ്. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരാൾ ഒരു പരിപാടി തുടങ്ങിയാൽ ആദ്യം അവന്റെ എന്നിട്ട് അവന്റെ നെഗറ്റീവാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ നേരത്തെ അവിടൊക്കെ പോയി നെഗറ്റീവാണ്. എന്റെ ആദ്യത്തെ പരിപാടി. അപ്പൊ ഇങ്ങനെ നടക്കുന്ന ഒരു സമയത്താണ് വളരെ യാദൃശ്ചികവശാൽ ഞാനും എന്റെ ബ്രദറും കൂടെ ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിൽ സാമ്പത്തിക ശേഷി ഞങ്ങളുടെ കുടുംബത്തിൽ നല്ലതുപോലെ ഉണ്ടായിരുന്നുകൊണ്ട് പത്രമൊക്കെ നിർത്തിയായിരുന്ന സമയത്ത് അയൽവക്കത്തെ ഒരു വീട്ടിൽ പത്രം വരുന്നത് അവിടെ വായിക്കാൻ വേണ്ടി പോകും. ഞാൻ സ്പോർട്സ് വായിക്കാൻ പോകുന്നതാണ്, എന്റെ ബ്രദർ നന്നായിട്ട് വായിക്കും. ഞങ്ങൾ അവിടെ പോയി പിന്നെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു LIC ബിസിനസ്സിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ഒരാള് എന്റെ ഒരു സുഹൃത്തായിരുന്ന പ്രീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ മമ്മി അവരൊരു ഈ സ്വർണ്ണ സിറ്റിയിലൊക്കെ മെമ്പറാണ്. അപ്പൊ അവരെ കാണാൻ വേണ്ടി വരുവാണ്. അവരോട് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇങ്ങനെയാണ് അങ്ങനെയാണ്. നമ്മളവിടെ ഇങ്ങനെ പത്രം വായിക്കുകയാണ്. ഒരു കീറിയ ഒരു ടീഷർട്ട് ഒക്കെയാണ് വേഷം. തൊട്ടപ്പുറത്തെ വീട്ടിലാണ്. കല്യാണത്തിന് പോകുന്ന കൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അവിടെ ഇങ്ങനെ പറയുമ്പോൾ പുള്ളി ഒരിക്കലും ഞങ്ങളെ ഗൗനിച്ചിട്ടില്ല. അപ്പൊ ഈ പുള്ളിക്കാരുടെ പേര് ഏലമ്മ എന്നാണ്. ഞങ്ങളെ മമ്മി എന്ന് വിളിക്കുക. എന്റെ ക്ലാസ്മേറ്റിന്റെ മമ്മിയാണ്. പുള്ളിക്കാരി വീട്ടിലെ പണിയൊക്കെ തീർത്തിട്ട് എങ്ങനെങ്കിലും ജോലിക്ക് പോകണമെന്ന് നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന കക്ഷി അവിടെ വന്ന് ഇങ്ങനെ പ്ലാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ പത്രത്തിലാണ് മുഖത്തിലും ശ്രദ്ധയൊക്കെ ഇവിടെയാണ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോ പുള്ളിക്കാരൻ ഈ മമ്മിക്കാണെങ്കിൽ പെട്ടെന്ന് റെഡിയായിട്ട് ജോലിക്ക് പോവുകയും ചെയ്യണം. ഇയാളോട് സമ്മതിക്കുന്നില്ല. ഒരു കാരണവശാലും തിരക്കുള്ളവരോട് പ്ലാൻ പറയാൻ പോകുന്നത്. സമാധാനമായി ശാന്തമായി ഇരിക്കുന്ന സമയത്ത് മാത്രമേ ബിസിനസ് പറയാവുള്ളൂ. എന്നാലേ കേൾക്കാൻ പറ്റുള്ളൂ. തിരക്കാൻ പോകണം. അല്ലാതെ മക്കൾക്ക് 10ാം ക്ലാസ്സിലെ പരീക്ഷയാണ്. മാതാപിതാക്കൾ അതിന്റെ പുറകെ നിൽക്കുന്നു. ബിസിനസ് പ്ലാൻ പറയാനായിട്ട് നിൽക്കും. കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ശനിയാഴ്ച സ്റ്റാഫിനൊക്കെ ശമ്പളം കൊടുക്കുന്ന ദിവസം അന്ന് ബിസിനസ് പറയാൻ എങ്ങനെയിരിക്കും? ഓണക്കച്ചവടം നടന്ന ഒരു ടെക്സ്റ്റൈൽ കിടക്കാൻ ഒരു പ്ലാൻ പറയാൻ എങ്ങനെയിരിക്കും? പറ്റുമോ? കോളേജിലെ യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്ന സമയത്ത് കോളേജ് കുറെ പ്ലാൻ പറയാൻ എങ്ങനെയിരിക്കും? നടക്കില്ല. ഇതൊക്കെ നമുക്ക് വേണം. വീട്ടിൽ ഉച്ചയ്ക്ക് ഊണ് റെഡിയാക്കുന്ന സമയത്ത് വീട്ടമ്മമാരുടെ ബിസിനസ് പ്ലാൻ പറയണം. ഇല്ല, അത് വീട്ടിലെ ആളുകൾക്ക് ഊണ് കൊടുക്കണ്ടേ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് പ്ലാൻ പറയാൻ ഈ പുള്ളിക്കാർ ശ്രദ്ധിക്കണില്ല. അപ്പൊ ഞാനിടയ്ക്ക് അടുക്കളയൊക്കെ പറഞ്ഞു മമ്മി കേട്ട് നോക്കും. പുള്ളി പറയുന്നല്ലേ നമ്മളിങ്ങനെ അവിടെ തന്നെ മുന്നേറിക്കൊണ്ട് വളരെ പുള്ളിക്കാരിക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്. പുള്ളിക്കാരി ഇറങ്ങിയിട്ട് പറഞ്ഞു, അതെ തങ്കച്ച ഈ പിള്ളേർ രൂപമായിട്ട് രൂപമായിട്ടൊന്നും പറയാൻ. എന്നാൽ പുള്ളി നമ്മളെ ഇങ്ങനെ നോക്കിയപ്പോൾ കീറിയ കൈയും കീറിയ ഹെഡും ഉള്ളപ്പോൾ പുള്ളിവാര് ഒരുമാതിരി ഞങ്ങൾ കളിയാണ്. ഏതെങ്കിലും സമയം പറഞ്ഞാൽ മതി എന്റെ നാട്ടിൽ നിന്ന് വല്ല കാര്യം നമ്മൾ ദേഷ്യപ്പെട്ട് ഇറങ്ങി. അയാൾക്ക് എത്ര രൂപ നഷ്ടം പറ്റും എനിക്ക് പറഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ നമ്മുടെ ഉള്ളിൽ വെട്ടിപ്പൊട്ടി പൈസ ഇല്ലാതെ നേരായ മാർഗത്തിൽ പൈസ ഉണ്ടാക്കാൻ മാറുന്നത് അടുപ്പ് വന്നപ്പോൾ പുള്ളി പോയി. ഇത് അടുപ്പ് വന്നപ്പോൾ ആള് പോയി. അപ്പൊ ഇത് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റിയില്ല. ഇതാണ് ആദ്യമായിട്ടുണ്ടായിരുന്ന അറിവ്. പിന്നെ ഈ പോസ്റ്ററിനുള്ള പരിചയം മാത്രമേ. ഇങ്ങനെ വളരെ നെഗറ്റീവായിട്ടുള്ള ധാരണ വെച്ച് പോകുന്ന സമയത്താണ് വളരെ ചെറിയൊരു ബിസിനസ് ഒക്കെ ഉണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പത്രം ഇടാൻ പോയിരുന്ന വ്യക്തിയാണ്. രാവിലെ എഴുന്നേറ്റ് പത്രം ഇടാൻ പോകും. നിങ്ങൾ വിചാരിക്കുന്നത് സൈക്കിളിലാണ് പോകുന്നതെന്ന് വിചാരിക്കുന്നത്. ആദ്യം നടന്നൊക്കെയായിരുന്നു, സൈക്കിളൊന്നും ഇല്ല. പത്രം ഇടാനുള്ള കാശ് കൊടുക്കുന്നതല്ല,
ഞങ്ങളുടെ നാട്ടിൽ ആ സമയത്ത് മാധ്യമം എന്നൊരു പത്രം ഇറങ്ങിയപ്പോൾ അതിന്റെ വരിയൊന്നും ആരും എടുക്കത്തില്ല. കാരണം ആകെ ഒരു ലൊക്കാലിറ്റി 25 പത്രമുണ്ട്. ഒരു പത്രം ഇട്ട് അടുത്ത പത്രം ഇടണമെങ്കിൽ 2.5 കിലോമീറ്റർ പോകണം. അപ്പൊ ഇതൊന്നും ആരും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എന്റെ ഫാദർ അതിന്റെ സംഘടനയായിട്ട് ബന്ധമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ തലയിൽ വെച്ച് തന്നു. എന്തായാലും ശരി, ഇത് പോകുമ്പോൾ പൈസ കിട്ടുമ്പോൾ എന്റെ ഒരു മോട്ടിവേഷൻ. നമ്മളൊരു വിദ്യാർത്ഥിയാണ്, 13 വയസ്സുള്ള വിദ്യാർത്ഥികൾ മാർക്കറ്റ് നോക്കിയാണ്. ഇവിടെ രാവിലെ എഴുന്നേറ്റ് പോയി പത്രം എടുക്കണം. ഇന്നലെ ഷംസുവിന്റെ അവസ്ഥ വരും, ടിക്കറ്റ് കൊടുത്തിട്ട് അവസാനം പത്രത്തിന്റെ അവിടെ പോയില്ലെങ്കിൽ ഞങ്ങളുടെ ജംഗ്ഷനിൽ ചായക്കട മണിയുണ്ട്, പുള്ളി അതെടുത്ത് കോണ്ടാകും. കോണ്ടയെന്ന് പറഞ്ഞ് മനസ്സിലാക്കില്ല, ചായക്കടയിലെ പത്രം എടുക്കും. സമയത്ത് എത്തിയില്ലെങ്കിൽ അത് കോണ്ട ഒതുങ്ങിയിരിക്കും. ചില കണ്ടക്ടർമാരൊക്കെ സമയത്ത് എടുക്കില്ല. നമ്മൾ പിന്നെ ചില സമയം അടുപ്പിച്ച് 4 ദിവസം പുറപ്പെടാവും. ഈ പത്രമൊക്കെ ഇടാൻ വേണ്ടി കള്ളന്മാരെ പോകുന്നില്ല, വീട്ടിൽ പോകും. ഇങ്ങനെ പതുക്കെ പത്രം ഒരാളെ ദൂരെ പറയാം, ഇന്ന് പത്രം ഉണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചത് മാസത്തിൽ 1 ഉള്ളായിരുന്നു. അവർക്ക് ഈ സ്നേഹമാണ് മാധ്യമം വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് എന്റെ ആദ്യത്തെ വരുമാനം. അപ്പൊ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ബിസിനസ് കുടുംബത്തിലാണ് തിരിച്ചത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഈ പരിപാടിക്ക് പോകുന്നു. പിന്നെ അതിന്റെ വേറെ പ്രത്യേകതയുണ്ട്. പ്രബോധനം, മലർവാടി, ആരാമം, ഇതും കൂടെ ഒക്കെ ഏറ്റെടുത്തു. സൈക്കിളൊക്കെ മേടിച്ചു. ഇന്ന് നാട്ടിലെല്ലാവരും ഇങ്ങനെ ആക്റ്റീവായിട്ട് അതുകൊണ്ട് നാട്ടിലൊക്കെ വലിയ കാര്യമാണ്. ഉടനെ പരിപാടിക്കൊന്നും പോകാറില്ല, വളരെ ആക്റ്റീവായിരുന്നു. പിന്നെ വീട്ടിൽ കുറച്ച് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ വന്നപ്പോൾ എന്തെങ്കിലും കൂടെ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഇൻസ്റ്റാൾമെന്റിന്റെ ബിസിനസ് തുടങ്ങി. വീട്ടിലൊരു ചിക്കൻ ഷോപ്പ് ഉണ്ടായിരുന്നു. ഹലാൽ ചിക്കൻ കൊടുക്കുന്നത്, ഫ്രഷ് ചിക്കൻ സെന്റർ, എല്ലാവരും ഒന്ന് വാങ്ങിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല ഞാൻ ട്യൂഷൻ എടുക്കുന്നത് അത്യാവശ്യം നന്നായി പഠിക്കുമായിരുന്നു. അതുകൊണ്ട് വഴക്കന്മാരായിക്കൊണ്ട് എന്റെ വീട്ടിൽ കൊടുക്കുന്ന ട്യൂഷൻ ചേർന്നു. അവരൊക്കെ നല്ല മാർക്ക് വിജയിക്കുന്നു, നല്ല വീട്ടിൽ ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയ്ക്ക് അങ്ങനെയുള്ള പല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് തുണിയുടെ ബിസിനസ് ഉണ്ട്. എന്ന് വെച്ചാൽ വലിയ കടയാണെന്ന് വിചാരിക്കരുത്, ഇൻസ്റ്റാൾമെന്റ് കച്ചവടം. ഓണ സമയത്തൊക്കെ ആൾക്കാരെ പൈസ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആൾക്കാരുടെ ഓർഡർ എടുത്ത് ഞാൻ പോയി ഹോൾസെയിൽ സാധനം എടുത്തു കൊണ്ട് ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഒരു 500 രൂപയുടെ ഷർട്ട് 50 രൂപ മേടിച്ചു കൊടുക്കും. ബാക്കി 450 രൂപ കുറെ നാളുകൊണ്ട് കയറി ഇറങ്ങി തിരിക്കും. ഇതൊക്കെയാണ് ഒരു വരുമാനം മാർഗം. ഇങ്ങനെ ഒരു സാധനം മേടിക്കാൻ പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ വീട്ടിലേക്ക് ട്യൂഷൻ ഉണ്ട്. 5 മണിക്ക് വീട്ടിലെത്താൻ ഓടിപ്പോകുമ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു ക്യാഷ് ഡ്രൈവർ നടത്തുന്ന ഒരു പാർട്ടിയുണ്ട്. പുള്ളി എന്നോട് പുള്ളിക്കാരോട് ഞാനും പൈസ കടത്തിരിക്കണം, തിരിച്ചു വരുമ്പോൾ കൊടുക്കും. ഞാൻ ആളോട് ഇങ്ങനെ പുള്ളിക്കൊരു കവാസാക്കി ഫോറസ്റ്റ് ചാമ്പ്യൻ എന്ന് ബൈക്കൊക്കെ ഉണ്ട്. അതിന്റെ പ്രത്യേകത പമ്പിന്റെ അടുത്തൂടെ പോയാൽ മതി വണ്ടി ഓടിച്ചു. ഞാനിത് ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. പമ്പിന്റെ അടുത്തൂടെ പോയിട്ട് വണ്ടി ഓടുന്നില്ല, നല്ല മൈലേജ്. അന്നേരം 80 രൂപയൊക്കെ വണ്ടിക്ക് 2 ലിറ്റർ അടിച്ച ഈ പുള്ളി ഇങ്ങനെ വരുന്നത് ഞാൻ എന്നെ കൈകാണിച്ച് പറഞ്ഞു, എനിക്ക് 5000 രൂപ അത്യാവശ്യം കിട്ടുമോ? പുള്ളി നിർത്തി ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ മോളോട് നോക്കിയപ്പോഴേ ഞാൻ പറ്റില്ല നടക്കുന്നത്. നീ ഒരു കാര്യം വണ്ടിക്കകത്ത് വിളിക്കും. ഞാൻ ഇവിടെ പൈസക്ക് പോകും. ഏതായാലും ഞാൻ ചോദിക്കുമ്പോൾ 5000 രൂപ. അത് കേൾക്കാത്ത പറയും. അത് അടുത്തതാറുകൊണ്ട് ഞാൻ പറഞ്ഞു, വീട്ടിൽ പറഞ്ഞാൽ ഇത് ട്യൂഷനല്ല, ഇന്നത്തെ ട്യൂഷൻ നാളത്തേക്ക് മാറ്റി എന്ന് പറഞ്ഞു. ഞാൻ ഇല്ലാത്ത പുറകെ കയറി ഈ പുള്ളി പോയ സ്ഥലത്തിരുന്നു. ഈ പുള്ളി പൈസ മേടിക്കാൻ പോയതാണോ എന്ന് പോയെന്നറിയില്ല. ചെന്ന് കയറുന്ന ഒരു POPയിലേക്ക്. ഓക്കെ, ഞാൻ മൈക്കിൽ കെട്ടി പൈസ കൊടുക്കും. ആദ്യമായിട്ടൊക്കെ ഞാൻ കോളേജിൽ പോയ ബാഗ് ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ അവിടെ നിന്ന് ഇരിക്കണം. ഞാൻ ഏറ്റവും ബാക്കിൽ ഇതെപ്പോ തീരും എന്ന് ഇവരോട് ചോദ്യം പറയുന്നത്. അവിടെ നിന്ന് സ്റ്റേജ് POP എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളാണ് പൈസ തരേണ്ടതാണ്. POP ഏൽപ്പിക്കാനുള്ള ഓരോ പരിപാടികൾ അയാൾ നീതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആളുടെ പേര് ലൂയിസ് എന്നാണ്. ഇപ്പോഴൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ തീർന്നാലും നമുക്ക് ചോദിക്കാൻ പറ്റുന്നുണ്ടല്ലോ. എന്നാ പിന്നെ ഇരുന്നതല്ല എത്തിയാലാണ്. ഞാനവിടെ ഉറങ്ങിയിരുന്നത് എപ്പോ തീരുമോ ഈ പരിപാടിയായിരുന്നു. നേരത്തെയുള്ള അനുഭവങ്ങളാണ്. കുറച്ചു നേരം കേട്ടിരുന്നതിൽ നമ്മൾ ചെന്നപ്പോ ഇയാളൊരു വാക്ക് പറഞ്ഞു. അതെന്നെ വല്ലാതെ സ്പർശിച്ചു. ഉപഭോക്താവാണ് ഏറ്റവും നല്ല ബിസിനസ്സുകാരൻ. നമ്മളല്ലേ എല്ലാ ബിസിനസ്സുകാരും വിജയിക്കുന്നത്, അല്ലെ? നമുക്കെന്താ നേട്ടമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഒരു സിനിമ വിജയിക്കുന്നത് സിനിമയിൽ അഭിനയിക്കുന്ന നായകനോ നായികയുടെ റോളുകൊണ്ടല്ല, സംവിധായകന്റെ കഴിവുകൊണ്ടല്ല. അവർക്കൊക്കെ കഴിവുണ്ടാവണം, മസ്റ്റ്. പക്ഷെ കണ്ടറിഞ്ഞ പ്രേക്ഷകർ സിനിമ കൊള്ളാമെന്നുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ പോകുള്ളൂ. കറക്റ്റ് ഉണ്ടോ? അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ ആ സമയത്ത് ശരിയാണെന്ന് പറയുന്നത്. നമ്മൾ കാർ എടുത്തു നല്ലതെന്ന് പറഞ്ഞു. ഒരു 5 ലക്ഷം രൂപയുടെ കാർ 5 പേര് മേടിച്ചു. 25 ലക്ഷം രൂപയുടെ കച്ചവടം കാർ കമ്പനിക്ക് നടന്നു, ഡീലർഷിപ്പിൽ നടന്നു. നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടോ? ഇല്ല. നമുക്ക് അടുത്ത പ്രാവശ്യം നമ്മുടെ കാലത്ത് കംപ്ലൈന്റ് ആയാലും അത് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് തരുമോ? അതുമില്ല. ചെന്നാൽ ചായ എക്സ്ട്രാ വരുമോ? അതുമില്ല. അത് കൊള്ളാനുള്ള പരിപാടി. ഇങ്ങനെ കേൾപ്പിക്കുക. അടുത്ത പറയുന്നത് ഗോഡ് ഓഫ്
മൗത്ത് അഡ്വർടൈസ്മെന്റ്, വാമൊഴിയായിട്ടുള്ള പരസ്യമാണ് ഏറ്റവും നല്ല പരസ്യം. അപ്പൊ ഇതും കൂടെ കേട്ടു. അപ്പൊ ഇത് കൊള്ളാമല്ല. അതുപോലെ ഞാൻ എപ്പത്തിനും നോക്കിയിരുന്ന പതുക്കെ ബാഗിനകത്ത് ബുക്ക് എടുത്തു. എന്നിട്ട് എന്നെ എഴുതാൻ തുടങ്ങി. ഞങ്ങളൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് ഗ്രൗണ്ടായിട്ട് ഞാനിത് എഴുതിയത്. അതിനോ ഇവിടെ ഒരുപാട് പേര് വിശാലമായിട്ട് ഇരിക്കുന്നുണ്ട്. വിശാലമായിട്ടല്ല, വിശാലമായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ എഴുതുന്നില്ല. ബുക്കൊക്കെ മടക്കി പേരൊന്നുമില്ലാതെ ബുക്കുകളൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. പേരയില്ല, അതെല്ലാവരും മനസ്സിലായി. അപ്പൊ എഴുതാൻ ഒരു ഉദ്ദേശമില്ലാതെ പേരെ ഉണ്ടെങ്കിലും എഴുതുന്നില്ല. നോട്ട് ചെയ്യണം. One small piece of paper is equal to more than your brain. ആരെങ്കിലും ഒരു നമ്പർ പറയാം. 9961059580 ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ പറയാം. ഓക്കെ അതിൽ കുറച്ചൊക്കെ നമ്പർ കൊടുത്തിരിക്കുമോ? 960 പോയി. പിന്നെ ആവശ്യമായി നമ്പർ താഴെ കൂട്ടി കിടന്നെടുക്കും. ആ പറഞ്ഞ സമയത്താണ് നമ്മൾ എഴുതി കൊടുക്കാറില്ല. ഒന്ന് എഴുതി കൊടുക്കാറില്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ സമയത്ത് എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മളിൽ പലരും അങ്ങോട്ടേക്ക് നോക്കും. സീറ്റ് കിട്ടിയില്ലെങ്കിൽ സമാധാനമായിട്ട് കിട്ടിയവരെങ്കിലും ഇരിക്കും. നോ പ്രോബ്ലം. എന്റെ സീറ്റ് ക്ഷണിക്കുന്നത് ക്ഷണിച്ച വർഷം കോളേജിൽ വന്നു. സൈനിക